Hello friends, welcome back to iFood Smart Kitchen. ഇന്ന് ഞാനൊരു ട്രഡീഷണൽ റെസിപ്പിയുമായിട്ടാണ് വന്നത്. പത്രട അല്ലെങ്കിൽ ചേമ്പല അപ്പം എന്ന് പറയും. ഇത് വെച്ച് ഞാനൊരു ഹെൽത്തി ഐറ്റമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇതെങ്ങനെ ഉണ്ടാക്കിയെടുക്കും നമുക്കൊന്ന് നോക്കാം. ഇതിനു വേണ്ടി ഞാൻ നേരത്തെ തന്നെ 2.5 കപ്പ് പാർബോൾഡ് റൈസ് സോക്ക് ചെയ്ത് വെച്ചിരുന്നു. ഇതൊന്ന് മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കണം. ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് വെള്ളം ചേർത്ത് നല്ലൊരു തരിതരിയായി അരിച്ചെടുക്കണം. ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ആയിരിക്കണം നമുക്ക് മാവ് വേണ്ടത്. ഇതൊന്ന് പാനിലോട്ട് ട്രാൻസ്ഫർ ചെയ്ത് ബാക്കിയുള്ള റൈസ് വെള്ളം ചേർത്ത് അരിച്ചെടുക്കണം. സ്റ്റൗ ഓൺ ചെയ്ത് ഇതിലേക്ക് 1/2 കപ്പ് ഫ്രഷ് കോക്കനട്ട് ഇട്ട് കൊടുത്ത് കൈ ഇളക്കാതെ മാവ് ഒന്ന് തിക്കാക്കി എടുക്കണം. മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചൂടാറിയതിന് ശേഷം ഇതിലേക്ക് മുറിച്ച് വെച്ച ഇലകൾ ഇട്ട് കൊടുക്കണം. ഇതൊന്ന് നല്ല പോലെ മിക്സാക്കി എടുക്കണം. ഇനി നമുക്ക് ഈ മാവിൽ നിന്ന് വലിയ വലിയ ബോൾസ് ഉണ്ടാക്കി എടുക്കണം. കടുമ്പെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റീമറിൽ 20-25 മിനിറ്റ്സ് വെക്കാം. നെക്സ്റ്റ് ഇതിന് വേണ്ടിയിട്ടുള്ള ചട്നിയാണ് ഉണ്ടാക്കുന്നത്. മിക്സിയിലേക്ക് 1 ഫുൾ ഗ്രേറ്റ് ചെയ്ത കോക്കനട്ട് ഇട്ട് കൊടുക്കണം. 5 to 6 കശ്മീരി ഡ്രൈ ചില്ലി, കുറച്ച് ടാമറിൻഡ്, കുറച്ച് വെള്ളം ചേർത്ത് നല്ല പോലെ ഒന്ന് ഗ്രൈൻഡ് ചെയ്ത് എടുക്കണം. ഇതിലേക്ക് ഹാഫ് ഓണിയൻ ഇട്ട് വീണ്ടും ഒന്ന് ഗ്രൈൻഡ് ചെയ്ത് എടുക്കണം. ഇപ്പോൾ ഇവിടെ കടുമ്പ് റെഡി ആയിട്ടുണ്ട്. ഇത് കൂലായതിനു ശേഷം നമുക്ക് കട്ട് ചെയ്തെടുക്കണം. കടുമ്പെല്ലാം നല്ല പോലെ കൂലായിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്യാം. നെക്സ്റ്റ് ഒരു പാത്രത്തിലേക്ക് 1 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കണം. ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ മസ്റ്റർഡ് സീഡ് ഇട്ട് കൊടുക്കണം. മസ്റ്റർഡ് സീഡ് പൊട്ടി തുടങ്ങുമ്പോൾ കുറച്ച് കറി ലീവ്സും ഗ്രൈൻഡ് ചെയ്ത ചട്നിയും ഇട്ട് കൊടുക്കണം. ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് ആവശ്യത്തിന് ഉപ്പും ഇട്ട് നല്ല പോലെ ഒന്ന് ബോയിലാകാൻ വെക്കണം. ഇതിപ്പോൾ നല്ല പോലെ ബോയിലായിട്ടുണ്ട്. ഇനി നമുക്ക് കട്ട് ചെയ്ത കടുമ്പ് ഇട്ട് കൊടുക്കണം. എല്ലാം ഒന്ന് നല്ല പോലെ മിക്സ് ചെയ്ത് ഒരു 5 മിനിറ്റ്സ് കുക്ക് ചെയ്താൽ മതി. ഇതാ ഇവിടെ നമ്മളുടെ പത്രട റെഡി ആയിട്ടുണ്ട്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യണം. പ്രത്യേകിച്ച് ഈ സീസണിൽ ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയ നല്ല റെസിപ്പിയാണ്. എന്തായാലും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. മറക്കാതെ ലൈക്കും കമൻറ്റും ഷെയർ ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്.